ദേശത്തെ നയിക്കുന്നു ഒരു പുതിയ ദിശയിലേക്ക്. നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. സ്കൂൾ കലോത്സവവേദിയിലേക്ക്, പ്രധാന വേദിയിലേക്ക്, ആസാമ മൈതാനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ കലോത്സവം പൊടിപാറിക്കൊണ്ട് നീങ്ങുകയാണ്. അത് മനോഹരമായി കൊല്ലമൊക്കെ ഇങ്ങനെ എരമ്പി എത്തുകയാണ് അല്ലേ ആര്യ? വൈകുന്നേരം ആയപ്പോഴത്തേക്കും കാഴ്ചക്കാരുടെ ഒരു എണ്ണം അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. ഒപ്പനയാണ് ഈ ഒന്നാം വേദിയിൽ നടക്കുന്ന ഇനം. ഈ ഒപ്പന മത്സരം കാണാനുള്ള ഒരു ഭംഗിയും അതിന്റെ ഒരു താളമൊക്കെ ആസ്വദിക്കാൻ ഒരുപാട് പേരെത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ അതുപോലെ വലിയ കാണികളോട് കൂടിയിട്ടാണ് കേട്ടോ എല്ലാ വേദിയിലും പരിപാടികൾ നടന്നത്. നമ്മൾ പോയ നാടൻപാട്ട് മത്സരം, നാടക മത്സരം, അതെ, അതേപോലെ ഇന്ന് പൂരക്കളി ഉണ്ടായ ഒരു ദിവസമാണ്. ഇപ്പോ ഒപ്പനയുണ്ട്, മറ്റൊരു വേദിയിൽ തിരുവാതിര നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ വേദിയിലും കാഴ്ചക്കാരിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. കൊല്ലംകാർക്ക് സന്തോഷമുള്ള കാര്യം, നിലവിലത്തെ പോയിന്റ് പട്ടികയിൽ കൊല്ലം 2ാം സ്ഥാനത്തുണ്ട് എന്നുള്ളതാണ്. 2ാം സ്ഥാനത്ത് കൊല്ലമുണ്ട് എന്നുള്ളത് അവർക്കൊരു ആവേശമാകുമല്ലോ അല്ലേ? അതെ, ആദ്യത്തെ ദിവസം 2ാം സ്ഥാനത്ത് വന്നിരുന്നു. ആദ്യത്തെ ദിവസം ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്ക്, പക്ഷെ ഇന്ന് രാവിലെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 5 പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ തിരിച്ചു പിടിച്ചു, 2ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. മിഥുൻ അതിന്റെ ഒരു അപ്ഡേഷൻ തരും തോന്നുന്നു. മിഥുൻ രാവിലെ മുതൽ ഒരു ആവേശം ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെയൊക്കെ പോയി, കൊല്ലത്തായിട്ട് പോയിരുന്നു. ഇപ്പൊ വീണ്ടും വന്നതിന്റെ ഒരു സന്തോഷം മുഖത്ത് കാണുന്നുണ്ട്. അത് ഞാനിപ്പോ പറയാൻ വേണ്ടി വന്നത്, അതായത് നമ്മളീ പറയത്തില്ലേ കൊച്ചി പഴയ കൊച്ചി അല്ലാതെ, അത് ഞാൻ കടം എടുത്തിങ്ങോട്ട് പറയാം, കൊല്ലം പഴയ കൊല്ലമല്ല. ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട് 307 പോയിന്റുമായിട്ടാണ്. ഇക്കൊല്ലം ഞങ്ങൾ കപ്പെടുക്കുന്നത്. കാരണം ഞാൻ ഇതുവരെയും, അതായത് ഞാൻ കഴിഞ്ഞൊരു 8 വർഷമായിട്ട് ഈ കലോത്സവം കണ്ടിട്ട് കൊല്ലത്തിന്റെ ഒരു മുന്നേറ്റം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ആദ്യം 10ലൊക്കെ വരുമായിരിക്കും, പക്ഷേ ഇത്രയും വലിയൊരു മുന്നേറ്റം ആദ്യത്തെ 2 ദിവസം പോയിട്ട് ഏതെങ്കിലും ഒരു ദിവസം വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത്തവണ കൊല്ലം കിടുക്കുകയാണ്. കൊല്ലത്ത് ഞങ്ങളുടെ സ്വന്തം നാട്ടില് അവര് മുന്നേറുന്ന കാണുന്നു, ഞങ്ങളുടെ കലാപ്രതിഭകൾ മുന്നേറുന്നു, പോയിന്റുകൾ വാരിക്കൂട്ടുന്നതാണ് നമുക്കിപ്പോ കാണുന്നത്. തൊട്ടു മുകളിൽ 1ാം സ്ഥാനത്ത് കണ്ണൂർ ജില്ലയാണ്. പക്ഷേ നിലവിലെ ചാമ്പ്യന്മാർ രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റം, കഴിഞ്ഞ ദിവസം അവർ തന്നെയായിരുന്നു മുന്നേറ്റം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ 5ാം സ്ഥാനത്തേക്ക് കോഴിക്കോട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. കണ്ണൂർ 317 പോയിന്റുമായി, 312 പോയിന്റുമായി കണ്ണൂർ 1ാം സ്ഥാനത്ത്, 307 പോയിന്റുമായി കൊല്ലം 2ാം സ്ഥാനത്തും, 3ഉം 4ഉം സ്ഥാനത്ത് മലപ്പുറവും പാലക്കാടുമാണ്. 5ാം സ്ഥാനത്തേക്ക് കോഴിക്കോട് വരുന്നത്. പക്ഷേ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമുണ്ട്. വലിയ പോയിന്റ് വ്യത്യാസങ്ങൾ ഈ ജില്ലകൾ തമ്മിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മത്സരക്രമങ്ങൾ ഇനി വരാനുണ്ട്. ഇന്ന് ഏകദേശം 60ഓളം ഇനങ്ങളാണ് വേദിയിലേക്ക് വന്നത്. എന്തായാലും അതിന്റെയൊക്കെ റിസൾട്ടുകൾ വരാനുണ്ട്. ഇപ്പോൾ നമ്മുടെ പിന്നിലുള്ള തീർച്ചയായും അപ്പോൾ പോയിന്റ് പട്ടികയിൽ നാളെ കൊല്ലത്തിന്റെ ആധിപത്യം ഉണ്ടോ, നാളെ പ്രഭാത കേരളത്തിൽ നമുക്ക് പറയാം. അതെന്തായാലും വേണ്ടി. പക്ഷേ എഴുതി വെച്ചോ, ഞങ്ങൾ നാളെ മുൻപന്തിയിൽ നിൽക്കുന്നതിനെ കുറിച്ച് പറയാൻ ഞാൻ ഇവിടെ വീണ്ടും നിൽക്കുന്നതായിരിക്കും. തീർച്ചയായും. അതാണ്. അപ്പൊ ശരി, അപ്പൊ മിഥുനാണ് ഈ പോയിന്റ് അപ്ഡേഷൻ തന്നത്. ഇനി നമ്മൾക്കൊരു ആദ്യം തന്നെ ഒരു ലൈവ് പെർഫോമൻസിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ഈ ഇന്ന് നേരത്തെ സൂചിപ്പിച്ചു ആര്യ, ഒരു പൂരക്കളിയുടെ ഒരു ആവേശം ഉണ്ടായിരുന്നു ഇന്ന് പല വേദികളിലുമെന്ന്. അപ്പോൾ ഒരു പൂരക്കളി ടീം തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ തത്സമയം. നമുക്ക് വിളിക്കാം അവരെ. വാ, ഓടിവാ. ആ പൂരക്കളിന്റെ ആവേശത്തിൽ വാടാ. ഓക്കെ, എവിടുന്ന സ്കൂൾ ഏതാ? നിവേദിത വിദ്യാപീഠം. എവിടെ സ്ഥലം? രാമനാട്ടുകര, കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരയിൽ നിന്നാണ് ആര്യ അല്ലേ? അപ്പൊ നിങ്ങളുടെ ഒരു ക്യാപ്റ്റൻ ആരാ ഈ ടീമിന്റെ? ഇതാണ് ക്യാപ്റ്റൻ. ക്യാപ്റ്റന്റെ പേരെന്താ? ഗോപികൃഷ്ണൻ. നമുക്ക് കുറച്ചുകൂടി ഒന്ന് പിന്നിലേക്ക് ഇറങ്ങാം. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മത്സരം? മത്സരം അത്യാവശ്യം ടൈറ്റുള്ള മത്സരം തന്നെയായിരുന്നു. ഞാൻ നിങ്ങളെ പറ്റി കേട്ടതേ, ആർക്കറിയോ, ഇവര് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരെ മലർത്തിയടിച്ചാണ് കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് എത്തിയത് അല്ലേ? ആ കഥ എന്ന് പറഞ്ഞു. 28 കൊല്ലായിട്ട് മെയ്മുണ്ടാന്ന് പറയുന്ന ഒരു സ്കൂളായിരുന്നു അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങള് 2 കൊല്ലായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. ഇതിന്റെ മുന്നത്തെ കൊല്ലം ഞങ്ങൾ കളിച്ചപ്പോ ഞങ്ങൾക്ക് 3rd ആയിരുന്നു. ഇപ്രാവശ്യം ഞങ്ങള് വാശിയോടെ വന്ന് അടിച്ചിട്ട് കേറി. അടിച്ചിട്ടു 2 വർഷമായിട്ടുള്ള തുടങ്ങിയിട്ട് മലർത്തി അടിച്ചത് 28 വർഷമായിട്ട് ചാമ്പ്യന്മാരായിട്ടുള്ളവർ. 3 പതിറ്റാണ്ട് പാരമ്പര്യത്തെ 2 വർഷം കൊണ്ട് അടിച്ചിട്ടോ? ഇതിന്റെ ഊർജ്ജാരാ? മാഷാണോ? ആരാ മാഷാരാ? മാഷാന്റെ പേര് പറഞ്ഞു. ശ്രീരാഗ്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു നേട്ടം എന്ന് പറയാൻ നമുക്കൊന്ന് പെർഫോമൻസ് ചെയ്യാം. ലൈവാണ്, അപ്പൊ നമുക്ക് ചെയ്യാം. റെഡി, തുടങ്ങാം. ഓക്കെ, Mother,
അമ്മേ ഇത് എന്തൊരു എനർജിയാണ് ഇത് എവിടുന്ന് ഈ ആരോഗ്യം മുഴുവൻ വരുന്നത് ഈ കണ്ടുവന്നതൊക്കെ ഇങ്ങനെ തെറ്റിപ്പോയില്ല നേരെ അപ്പൊ ഈ ഇതിന്റെ ക്യാപ്റ്റൻ എന്താണ് കാണിച്ചത് ക്യാപ്റ്റൻ ആ ഈ ആരോഗ്യം എവിടെ നിന്ന് ആയിരിക്കും എവിടെ നിന്ന് ആരോഗ്യം ഞങ്ങള് ഡെയിലി പ്രാക്ടീസ് ചെയ്യും. അല്ല ഫുഡ് എന്താ കഴിക്കുന്നത് മാഷന്മാർ ഈ ആരോഗ്യത്തിന് എന്തെങ്കിലും വേറെ സ്പെഷ്യൽ തരുന്നുണ്ടോ ഞങ്ങള് യോഗയൊക്കെ ചെയ്യാറുണ്ട്. യോഗ ചെയ്യാറുണ്ടല്ലേ ഇതിൽ ഈ കളിക്ക് വേണ്ടത് മെയ്വാക്കാണ്. അപ്പൊ അതിനായിട്ടുള്ള യോഗ. ഈ പൂരക്കളി എന്തിന്റെ ആസ്പദമായിട്ട് സംഭവം എന്ന് അറിയാമോ? ഇത് ഒരു ടൈമിൽ അമ്പലത്തിൽ കളിക്കുന്ന കളിയാണ്. അപ്പൊ എന്നാലും ഈ പൂരക്കളിയിൽ നിങ്ങൾ ഇനി തുടരും അല്ലെ? അടുത്ത വർഷം വരും. അപ്പോ കോഴിക്കോട്ടേക്ക് ഇനിയും കൊണ്ടുപോകും? കോഴിക്കോടേക്ക് കൊണ്ടുപോകും. ഉറപ്പാണോ? ഉറപ്പാ. ഇനി വേറെ എന്തെങ്കിലും ഇവന്റിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാരും പൂരക്കളി സ്പെഷ്യലിസ്റ്റുകളാണ്. വീട്ടിലൊക്കെ അറിയിച്ചോ ഇന്ന് കഴിഞ്ഞ മത്സരം കഴിഞ്ഞപ്പോ? എന്ത് പറഞ്ഞു? സന്തോഷം, എല്ലാവർക്കും സന്തോഷം. ഇവര് വൻ ആവേശത്തില്ല, പ്രത്യേകിച്ചും എ ഗ്രേഡ് കിട്ടിയില്ലേ? എ ഗ്രേഡുമായിട്ടാണ് ഇവർ തിരിച്ചു പോകുന്നത് വീണ്ടും. ഞാനിപ്പോ ഈ പെർഫോമൻസ് കണ്ടിട്ടുണ്ടല്ലോ, ഈ മൈക്രോ സെക്കൻഡ്സിലാണ് പൊസിഷനും മൂവ്മെന്റ്സ് മാറിക്കൊണ്ടിരിക്കുന്നത്. രജിസ്റ്റർ ആവുന്നില്ലെന്നേ. ഇവരെല്ലാം ഇങ്ങനെ വട്ടം കറങ്ങി കളിക്കല്ലേ, ബട്ടർഫ്ലൈസ് പറക്കുന്നത് പോലെ. പോയാൽ ഇല്ല, ഒരേ കളിക്കുമ്പോ അങ്ങനെ കൂട്ടിമുട്ടാറില്ല. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പൊ അടിപൊളി, അടിച്ചു പൊളിച്ചു, ഗംഭീരമായിരുന്നു. താങ്ക് യു. അപ്പൊ ആര്യ നമുക്ക് ഓക്കെ. അപ്പോ ഈ നമ്മുടെ ഒപ്പം ലല്ലു ചേരുന്നുണ്ട് മറ്റൊരു വേദിയിൽ നിന്ന്. അവിടെ ഗിത്താറിൽ എ ഗ്രേഡ് കിട്ടിയ ഒരു മിടുക്കനുമായിട്ട് ലല്ലു ചേരുകയാണ്. ലല്ലു ആരാണ് കൂടെ? എന്താണ് ലല്ലുവിന് അവിടെ കരുതി വെച്ചിരിക്കുന്ന ഒരു സർപ്രൈസ്? ഒരു ഗംഭീര രസികൻ സാധനം വേണം. എൽദോ, സത്യം പറഞ്ഞാൽ ഞാനിവിടെ സെന്റ് അലോഷ്യസ് സ്കൂളിൽ നാദസ്വരം 2-3 തവണ വന്നിട്ട് തുടങ്ങാത്ത നാദസ്വരം ഇപ്പോൾ എടുക്കാൻ മറ്റു മത്സരം കാണാൻ വേണ്ടിയാണ് വന്നത്. നാദസ്വരം മത്സരം കാണാനും ആരെങ്കിലുമൊക്കെ വേണമല്ലോ എന്ന് കരുതി വന്നതാണ്. നാദസ്വരം മത്സരം ഇപ്പം തുടങ്ങി. പക്ഷേ എനിക്ക് വേറൊരു വള്ളി വന്ന് എൻ്റെ കാലിൽ ചുറ്റിട്ടുണ്ട്. ഇത് ഗിത്താർ മത്സരത്തിൽ എ ഗ്രേഡ് കിട്ടിയ ഒരു മിടുക്കൻ. എല്ലാം മിടുക്കന്മാരാണ്. 5-6 പേർക്ക് എ ഗ്രേഡ് കിട്ടിയത്. 6 പേർക്ക് എ ഗ്രേഡ് കിട്ടിയ മത്സരം കഴിഞ്ഞ് നിൽക്കുകയാണ്. പേരെന്താണ് മോനെ? രോഹിത് കൃഷ്ണ ആർ. 6 പേർക്ക് എ ഗ്രേഡ് കിട്ടിയ മത്സരത്തിൽ രോഹിത് കൃഷ്ണ ആർ എ ഗ്രേഡുമായിട്ട് നിൽക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? കുഴപ്പമില്ല, നല്ല ടൈറ്റായിരുന്നു. നല്ല ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. കഴിഞ്ഞ വർഷം കോഴിക്കോടും പോയായിരുന്നു, അവിടെ എ ഗ്രേഡ് ഉണ്ടായിരുന്നു. പോകുന്നിടത്തല്ലേ എ ഗ്രേഡ് മേടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശീലം. അതൊക്കെ പോട്ടെ. എവിടുത്തെ കാരണം? ഇവിടെ കൊല്ലം തന്നെ. വണ്ടർഫുൾ. കൊല്ലംകാരനാണ് എൽദോ. ഞങ്ങൾ കൊല്ലക്കാരാണ്, പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം കൊല്ലംകാരൻ. കൊല്ലത്ത് എവിടെ? നെടുമന. വളരെ വളരെ സന്തോഷം. ഒരു കാര്യം നിന്ന് വായിക്കണ്ട, ഇരുന്ന് തന്നെ വായിച്ചു. കൊല്ലക്കാരനല്ലേ, കുറയ്ക്കണ്ട. അപ്പൊ ഇന്ന് അവിടെ പ്ലേ ചെയ്തത് ആദ്യം ഒന്ന് വായിക്കും,
എന്നിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊരു ഒരു സിനിമാ പാട്ടൊരു കഷ്ണം അല്ലേ? അപ്പോൾ രണ്ടും ഉണ്ട്. വൺ ഐറ്റം ഉണ്ട്. ജലദോ ആവശ്യപ്പെട്ടനുസരിച്ച് രസികൻ സംഭവം എന്താ വരാൻ പോകുന്നു? ഇന്നിവിടെ വായിച്ചത് ആദ്യം അത് വായിക്കും. ഇതാണ് ഇന്നിവിടെ ഒരെണ്ണം വായിച്ചത്. എൽദോ ഇത് സ്വാഭാവികം. എൽദോ ഇത് കേട്ടുകയാണ്. ഇവരിത് വായിക്കുവാണോ കൊട്ടുവാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇത് പറയാൻ ഇതിനകത്ത് ഉത്തരവില്ല. ഏതായാലും സംഭവം തീവർപ്പൻ ഐറ്റമാണ് ഈ വായിച്ചത്. ഇതിന് എ ഗ്രേഡ് കിട്ടിയില്ലെങ്കിലുള്ള നമുക്കൊരു കാര്യം, നമുക്ക് ഇനി ഒരു സിനിമാ പാട്ട് ഇടാവാം അല്ലേ? ഒന്നും ആലോചിക്കണ്ട. നമുക്ക് നിന്ന് തകർത്ത് പൊളിച്ചിട്ട് തന്നെ കാര്യം. അടുത്ത സംഭവം എടുത്തു. ഏതാ വായിക്കാൻ പോണേ? എല്ലാവർക്കും ഗിറ്റാർ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് സൂര്യയുടെ സിനിമയുടെ നെഞ്ചിക്കുള്ളു പാട്ടായിരിക്കും. അത് തന്നെ വായിക്കും. പൊളിച്ചടിക്കുക. നെഞ്ചുക്കുൽ പെയ്തിനും മാമഴ. ഇതാ പെയ്യാൻ പോകുന്നു മഴ. തുടങ്ങിക്കോ. പൊളി വൻ പൊളി. എൽദോ സ്വാഭാവികം കേട്ട് കാണും. നെഞ്ചുക്കൾ പെയ്തിനും മാമഴ. ഗിത്താറിൽ എ ഗ്രേഡ്. ഇന്ന് ഇവിടെ പ്ലേ ചെയ്ത പാട്ടും അതുപോലെ തന്നെ മനോഹരമായ ഒരു സിനിമാ ഗാനവും ന്യൂസ് 18 പ്രേക്ഷകർക്ക് വേണ്ടി നൽകി കഴിഞ്ഞു. ഏതായാലും ഇവന് വളരാൻ അനുവദിച്ചുകൊണ്ടെന്ന് മറ്റേ ജോസ് പ്രാച്ചി എന്ന സിനിമയിൽ പറയുന്ന പോലെ, പക്ഷേ വളരട്ടെ, വളർന്ന് പടർന്ന് പന്തലിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വെൽ ഡൺ. ബാക്ക് ടു എൽദോ. Yes, thank you, Lallu.
ഇപ്പൊ ഞങ്ങളെ ഈ ഒരു പരാതി ഉണ്ടായിരുന്നു ആര്യ, മൊഞ്ചത്തിമാരെ ഒന്നും നമ്മൾ കാണിക്കുന്നില്ല. പൂരക്കളി കളിക്കുന്ന ചെക്കന്മാരെ കാണിച്ചു. അപ്പൊ നമ്മളിനി മൊഞ്ചത്തിമാരെ കാണിക്കണ്ടേ? ഈ മൊഞ്ചത്തി എവിടെ നിന്നാണ്? മഞ്ചേരി ബോയ്സ്. മഞ്ചേരി ബോയ്സ് എന്നിട്ട് മൊത്തം ഗേൾസ് ആണല്ലോ. മിക്സഡ് സ്കൂളാണ്, പേര് മാത്രമുള്ള ബോയ്സ്. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് ഒപ്പന മത്സരം? അടിപൊളിയും നല്ല സ്റ്റേജ് ഒക്കെ നല്ലതാണ്. ആദ്യത്തെ തവണയാണോ വരുന്നേ? സ്റ്റേറ്റ് ആദ്യമായിട്ടാ വരുന്നത്. അതെ. ഓക്കെ, അപ്പൊ മഞ്ചേരി ബോയ്സ് സ്കൂളിലെ ഈ മൊഞ്ചത്തിമാരുടെ നമുക്ക് ഒരു ഒപ്പനയുടെ പെർഫോമൻസ് കാണാം. റെഡിയല്ലേ എല്ലാരും? അപ്പൊ ചെയ്തിട്ട് നമുക്ക് നിങ്ങളോട് സംസാരിക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി. ഞാൻ പാട്ടുകാരുടെ അടുത്തേക്ക് എത്തട്ടെ. പാട്ടുകാർ കുഴപ്പമില്ല, സ്റ്റാർട്ട് ചെയ്തോ, ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തോ. ആദ്യം 4 വട്ട്. ഓക്കെ, നല്ല ഉറക്കി അങ്ങ് പാടിക്കോ, അപ്പൊ അവര് കേട്ടോളൂ. മൊഞ്ചത്തിയുടെ നാണം കാണാറുണ്ട് ഏറ്റവും അവസാനം. എന്തൊരു നാണം അല്ലെ. അതൊക്കെ അങ്ങോട്ട് നോക്കുക, ക്യാമറയിലേക്ക് വാ. നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താലോ. മൊഞ്ചത്തിന്റെ പേര് ആദ്യം പറഞ്ഞിരുന്നു, ആഷ്ന. എല്ലാരും നമുക്ക് വളരെ പെട്ടെന്ന് പരിചയപ്പെടുത്താട്ടോ. പേര് പറഞ്ഞ്? അനന്യ. സജ്വ. അവിടെ ആര് വെക്കോ? ആലിയ, അമീന, അമൽ, അനഘ, മിന്ന, ദിൽഹ. എന്തായാലും കണ്ണിമ ചുമ്മാതെ നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നു അല്ലെ, ഈ മൊഞ്ചത്തി മണവാട്ടിയെ കൂട്ടുകാരികളെ. അപ്പൊ മഞ്ചേരി ബോയ്സ് സ്കൂളിലെ കുട്ടികള് മഞ്ചത്തിമാര് അത് ഗംഭീരാണ്. നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിച്ചതാരാണ്? നൗഷാദ് മാഷ് ഉണ്ടോ അവിടെ? നൗഷാദ് മാഷ് ഉണ്ടോ? ഇവിടെ ഉണ്ട്. നൗഷാദ് മാഷ് ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ എന്താണെങ്കിലും ഇനി വേറെ ആരെങ്കിലും ഇവന്റിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ?
ഒപ്പനയിൽ മാത്രമാണ് എല്ലാവരും പങ്കെടുക്കുന്നുള്ളൂ? എത്രാം തവണയാണ് നിങ്ങൾ വരുന്നത് ഈ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന്? ആദ്യത്തെ തവണയാണ്. അവിടെ നമ്മൾ തൊട്ട് പിന്നിൽ ഇവിടെ പ്രധാന വേദിയിൽ നടന്ന മത്സരത്തിന് ശേഷമാണ് ഇപ്പോൾ ഇവർ നമ്മുടെ മുമ്പിലേക്ക് എത്തിയത്. അപ്പോൾ അവിടെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു, ഇവിടെ അതിലേറെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എന്ത് തോന്നുന്നു? എ ഗ്രേഡ് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? പ്രതീക്ഷയുണ്ട്. നമുക്കും അത് കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് അല്ലേ തോന്നുന്നത്. എന്തായാലും എ ഗ്രേഡ് അടിക്കും, അതിലൊരു സംശയം ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ വലിയ ടെൻഷൻ ഒന്നും. ശരി, മണവാട്ടി ഭയങ്കര കോൺഫിഡന്റ് ആണ്. വേറെ ആരും ചോദിക്കട്ടെ, ടെൻഷൻ ഉണ്ടായിരുന്നോ? അടിപൊളിയായിരുന്നോ? ആർക്കും ടെൻഷൻ ഇല്ലല്ലോ, ഇപ്പൊ നമുക്ക് ടെൻഷനായി. അപ്പൊ എല്ലാവർക്കും ഗംഭീരമായിട്ട് എ ഗ്രേഡ് കിട്ടി തന്നെ പോട്ടെ. എ ഗ്രേഡ് കിട്ടണം, കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ അറിയിക്കുമോ? ഉറപ്പല്ലേ? അറിയിക്കും. അപ്പൊ അടിച്ചു വിളിക്കും കേട്ടോ. കലോത്സവം കൊല്ലം ഇഷ്ടപ്പെട്ടോ? ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ചുറ്റിക്കറങ്ങണം. പിന്നെ ചുറ്റിക്കറങ്ങി കൊല്ലമൊക്കെ കണ്ടിട്ട് പോയാൽ മതി. പോവുള്ളൂ. അപ്പൊ ശരി, നമ്മള് എ ഗ്രേഡ് ഒക്കെ കിട്ടിയിട്ട് അവരെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ആരെ ഇതുപോലെ ഒരുപാട് പേരിങ്ങനെ മത്സരാർത്ഥികൾ ഇങ്ങനെ ഈ കലോത്സവ വേദിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് ചുറ്റും ഒരുപാട് കാണികൾ, ആസ്വാദകരെയും കാണാം. അപ്പൊ നമ്മൾ ക്യാമറ ഓൺ ചെയ്തതിന്റെ അല്ല, ഈ ഒപ്പന കാണാൻ ആസ്വദിക്കാൻ എത്തിയ ആളുകളെല്ലാവരും അല്ലേ. അപ്പോൾ നമുക്കിനി ഒരു വന്ദേ മാതരം ടീം നമ്മളോട് റെഡിയാണ്. സംഘഗാനം സംസ്കൃതം അല്ലെ, വന്ദേ മാതരം മത്സരത്തിൽ പങ്കെടുത്തവരാണ്. ഏത് സ്കൂളിൽ നിന്നാണ്? മഞ്ചേരി ബോയ്സ്. മഞ്ചേരി ബോയ്സ്. വീണ്ടും മഞ്ചേരി ബോയ്സ്. ഓക്കെ, മഞ്ചേരി ബോയ്സിലെ ഗേൾസ് പിടിപിടിക്കുകയാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് പോവാം. ഫുള്ള് പോകാൻ പറ്റില്ല, സമയക്കുറവുണ്ട്. നമുക്കൊരു ഏറ്റവും ഭംഗിയായിട്ടുള്ള കുറച്ച് ഭാഗം. ഓക്കെ, റെഡിയാണോ? എവിടെ തുടങ്ങും? ആ ടീച്ചർമാര് പറഞ്ഞു തരുന്നുണ്ട് എവിടെ തുടങ്ങണമെന്ന്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. മൈക്ക് കൈ തരണോ അതോ നേരെ പാടിക്കോളൂ? നേരെ പാടിക്കോളൂ. ആയിക്കോട്ടെ. എത്ര? 70 സെക്കൻഡ് മതി. ആണോ? എന്നാ ശരി, ഓക്കെ, റൈറ്റ്. ഫുള്ള് പാടിക്കോ. ആ, റെഡി. മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്നാ പുളകിതയാമിനി ഭുല്ലകുസുമിത ദ്രുമദള ശോഭിനി സുഹാസിനി സുമധുര ഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. സൂപ്പർ അടിപൊളിയായി. എന്നോട് സംസ്കൃതം സംഘഗാനം എന്നാണ് പറഞ്ഞത്, ഞാനത് കൺഫ്യൂഷൻ എടുത്തിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഗംഭീരമായി ചെയ്ത്. എനിക്ക് ഒരു സംശയം കൂടിയുണ്ട്. നമ്മളിപ്പോ കുറെ നേരമായിട്ട് മഞ്ചേരി ബോയ്സിലെ ഗേൾസിനെ മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങളുടെ സ്കൂളിലെ ബോയ്സ് ഒക്കെ എവിടെ പോയി? പങ്കെടുക്കുന്നില്ലേ? അല്ല, അവർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അല്ല, മഞ്ചേരി ബോയ്സ് പങ്കെടുക്കുന്നുണ്ടോ? ഏതെങ്കിലും ഐറ്റത്തിന് പങ്കെടുക്കുന്നുണ്ടോ? അപ്പൊ മഞ്ചേരി ബോയ്സ് കൊണ്ടുവന്ന് ടീച്ചേഴ്സ് ബാക്കിൽ നിന്ന് പറയുന്നുണ്ട് ബോയ്സ് മോശമൊന്നുമല്ല, ബോയ്സും കില്ലാടികളാണ്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് പങ്കെടുത്തതിന്. എന്തായാലും നമ്മൾ സമയം കഴിയുന്നുണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കലോത്സവ വേദിയിലുള്ള കാഴ്ചകൾ അത് തീരുന്നില്ല അല്ലേ? അതായത് എത്ര മണിക്കൂറുകൾ നമ്മൾ ഇവിടുന്ന് ലൈവ് തന്നാലും തീരാത്ത അത്ര കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. എന്തായാലും വരും മണിക്കൂറുകളിൽ നമ്മൾ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായി പ്രേക്ഷകരിലേക്ക് മടങ്ങി എത്തുന്നതായിരിക്കും. ഇപ്പം വൈൻഡപ്പ് ചെയ്യാണ് തൽക്കാലത്തേക്ക്. ബൈ.